അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളന്ന് നടന്നുകൊണ്ട് സംസാരിക്കാമെന്ന് കരുതി, കാരണം ചെറിയൊരു ഈവനിങ് വാക്കാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡിപ്പെൻഡൻറ്റ് വിസയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ തരം ജോലികൾ കിട്ടാൻ സാധ്യതയുണ്ട്, കുട്ടികളുടെ സ്കൂളിംഗ്, UK ചൈൽഡ് കെയർ, പേരൻറ്റിങ് സ്കിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഴുവൻ വീഡിയോസും കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതേപോലെ തന്നെ കൂട്ടുകാർക്ക് സജസ്റ്റ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക്. അപ്പോൾ UK വന്നതിന് ശേഷം നിങ്ങൾക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് എത്ര നാൾ എടുക്കുമെന്നൊക്കെ ആൾക്കാർ ചോദിച്ചിരുന്നു. അന്നേരം നമുക്ക് നോർമലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് ഡിപ്പെൻഡൻസിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ബട്ട് ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ഡിപ്പെൻഡൻസ് ആരൊക്കെയാണോ വരുന്നത് അതിൻ്റെ മൊത്തം ഉത്തരവാദിത്വം സ്പോൺസറായ നിങ്ങളിലാണ് ഉള്ളത്. അന്നേരം അതിന് എന്തൊക്കെ കാര്യങ്ങൾ, അതായത് അവർക്ക് എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണോ അതെല്ലാം നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് തന്നെ ചിലവ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു വൈസായിട്ടുള്ളൊരു തീരുമാനമാണെന്ന് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുകയില്ല. കാരണം അവർ വരുമ്പോഴത്തേക്കിന് തന്നെ അവർക്ക് താമസിക്കാനുള്ള അപ്പാർട്ട്മെൻറ്റാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൗസ് ആണെങ്കിലോ അത് നമ്മൾ കാണിക്കണം. അതിന് വിസയ്ക്ക് അവർക്ക് അപേക്ഷിക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ അഡ്രസ്സൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഇതിന് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട്. അന്നേരം അത് ഒപ്പിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ നിസ്സാരപ്പെട്ട കാര്യമല്ല. അന്നേരം നിങ്ങൾ ആദ്യമായിട്ട് പ്രൈമറി ആപ്ലിക്കൻ്റ് ആരാണോ, ഏത് നേഴ്സാണോ, അല്ലെങ്കിൽ നേഴ്സെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, 70% ആളുകൾ UK വരുന്നവർ നേഴ്സുമാരാണ്. അന്നേരം മറ്റുള്ള ജോബുമായിട്ട് വരുന്നവർ വളരെ വിരളമാണ്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ ഇതിൽ പറയാം. ഞാനിപ്പോൾ അനുപേടിനെയും കുഞ്ഞിനെയും ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ഓസ്കി ഇവിടുത്തെ പ്രാക്ടിക്കൽ എക്സാം കഴിയുമ്പോഴേ നമ്മൾ ബാൻഡ് ഫൈനോസ് ആവത്തുള്ളൂ. അത് കഴിയുമ്പോൾ തൊട്ട് 3 മന്തിൽ നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് സ്ലിപ്പിൻ്റെ ഫോട്ടോ കോപ്പീസ്, അതുകൂടാതെ നമ്മുടെ ടെനൻസി എഗ്രിമെൻറ്റിനകത്ത് ഇവർക്ക് അവിടെ താമസിക്കാനുള്ള ടെനൻറ്റിൻ്റെ എഗ്രിമെൻറ്റ്, ഇതെല്ലാം കാണിച്ചിട്ടുണ്ടായിരിക്കണം. നമുക്ക് ഇപ്പോൾ ഹസ്ബൻഡിന് അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ചിലവ് നമ്മുടെ അക്കൗണ്ടിൽ 3 മന്ത് കണ്ടിന്യൂസ് കാണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടും എന്ന് ഗവൺമെൻറ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു എമൗണ്ട് അവർ കാണിക്കാനായിട്ട് പറയുന്നത്. ഒരുമിച്ച് നമ്മൾ ഡിപ്പെൻഡൻസിനെയും കൊണ്ട് വരണം എന്ന് കരുതുന്നവർക്ക് ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു തരാനായിട്ട് UK ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മുൻപ് UK വന്നിട്ടുള്ളവരും ഇപ്പോൾ ഇവിടെ സ്ഥിരതാമസമായിട്ടുള്ളവർക്കുമൊക്കെ നിങ്ങളെ സഹായിക്കാനായിട്ട് പറ്റും. അന്നേരം എത്രത്തോളം ആൾക്കാർ നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം മുഴുവനും ഏൽക്കേണ്ട ആൾക്കാർ അവരായിരിക്കും. അതൊക്കെ കാണിച്ച് നമുക്ക് ഡിപ്പെൻഡൻറ്റ് വിസയ്ക്കൊക്കെ അപേക്ഷിക്കാം. ബട്ട് അത്രയൊക്കെ റിസ്ക് പിടിച്ച കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ജസ്റ്റ് ഒരു 6 മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസിനെ നമുക്ക് ഈ മാതിരിയുള്ള തൊല്ലയൊന്നും ഇല്ലാതെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. മാക്സിമം 6 മാസം, 3 മാസമാണ് കറക്റ്റ്. 3 മാസത്തേക്ക് നമ്മൾ കറക്റ്റായിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കാണിച്ച് നമുക്ക് അക്കോമഡേഷൻ എല്ലാം സെറ്റ് ആവുകയാണെങ്കിൽ 3 മാസം ഓസ്കി കഴിഞ്ഞിട്ട് 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ അവരുടെ ജോലിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളേ ഉള്ളൂ പിന്നെ നോക്കേണ്ടത്. അതായത് നേഴ്സിംഗ് റിലേറ്റഡ് ജോബ്സ് അല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നിങ്ങളിപ്പം സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് ജോലിയാണോ, ഹെൽത്ത് കെയർ ഫീൽഡിൽ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അവർക്ക് നിങ്ങൾ ഏത് തരം ജോലിയാണോ, നിങ്ങളിപ്പോൾ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഞ്ചിനീയറിംഗ് ജോബ് തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്ഥലത്തിനെ അനുസരിച്ചിരിക്കും. ഞങ്ങളിവിടെ നോർത്തേൺ അയർലൻഡിലാണ്. അന്നേരം ഈ നോർത്തേൺ അയർലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൗണ്ടി സെറ്റപ്പാണ്. അന്നേരം ഇവിടെ വലിയ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒന്നും അധികം ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ബെൽഫാസ്റ്റ് അല്ലെങ്കിൽ അതേപോലെ കുറച്ച് ഏരിയാസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഏരിയകളെല്ലാം ഇതേപോലെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അന്നേരം കുറച്ച് എന്താ പറയുക, നേച്ചർ ഓറിയൻറ്റഡാണ് ഈ സ്ഥലം. അതുകൊണ്ട് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ കുറവാണ്. അന്നേരം തന്നെ നിങ്ങളുടെ ജോലിക്കുള്ള സാധ്യതകളും ഇവിടെ കുറവായിരിക്കും. അന്നേരം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കെയറർ ജോബ്സിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം ജോലി നമ്മൾ നോക്കി അലയേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വേക്കൻസി ഉള്ള ഒരു പ്രൊഫഷനും കൂടെയാണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വന്ന് ഒരു ജോലി മേടിക്കാനായിട്ട് സാധിക്കും. ബട്ട് എൻജിനീയറിങ് അല്ലെങ്കിൽ
ടെക്നിക്കൽ പരമായിട്ട് വേറെയുള്ള ജോബ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലാൻഡ് നോക്കുന്നതായിരിക്കും. അതായത് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ അതേപോലെ ലണ്ടൻ ബേസ്ഡ് ഏരിയയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ UK-ൽ അത്യാവശ്യം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. അന്നേരം നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം, ഇവിടെയുള്ള ആൾക്കാർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമുള്ള വേക്കൻസികൾ മാത്രമേ അവർക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. അന്നേരം നിങ്ങൾ അത്രത്തോളം എഫിഷ്യൻ്റ് ആയിരിക്കണം, നിങ്ങളുടെ പ്രൊഫഷനിൽ അത്രത്തോളം നിങ്ങൾ എക്സലൻസ് ഉള്ളവരാണെങ്കിൽ മാത്രമേ നിങ്ങളെ അവർക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജിനോട് നിങ്ങൾ ഇതേവരെ നിങ്ങളൊരു ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിച്ച് തുടങ്ങുകയും എഴുതി തുടങ്ങുകയൊക്കെ ചെയ്തോളൂ. അത്യാവശ്യം നല്ലോണം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊളിക്കാം. പിന്നെ ഇവിടെ വരുന്ന നേഴ്സുമാരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ നേഴ്സുമാരായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു കെയറർ ജോബ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലങ്ങളുമില്ല. കാരണം അവർ സ്ഥിരം ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ അതിനകത്തിൽ. അവർക്ക് ഇച്ചിരി ഈസി ആയിട്ട് വേണമെങ്കിൽ തോന്നാം. അതായത് നമ്മുടെ പ്രൊഫഷണൽ സ്കിൽസ് നമ്മളവിടെ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതല്ല, എൻജിനീയേഴ്സോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ചെയ്യുന്നവരോ ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു ജോബ്സ് ചെയ്യാനായിട്ട് കുറച്ച് മടി ഉണ്ടായെന്ന് വരാം. പക്ഷെ ഇവിടെ കൂടുതലും കണ്ടുവരുന്ന അങ്ങനെ വരുന്ന ആൾക്കാരും കെയർ ഹോമിൽ കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബായിട്ട് ഏതെങ്കിലും ഷോപ്പിൽ നിൽക്കുകയാണ് ചെയ്തു വരുന്നത്. മോസ്റ്റ്ലി എല്ലാവരും കെയർ ഹോമിൽ തന്നെ കയറും. കാരണം അവർക്ക് പണിയും എളുപ്പമാണ്, കമ്പാരിറ്റീവ്ലി സാലറിയും കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സാലറി തന്നെ കെയർ ഹോമിൽ കയറിയാൽ അല്ലെങ്കിൽ കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് കയറിയാൽ കിട്ടുന്നുണ്ട്. അതേപോലെ കുട്ടികളുടെ സ്കൂളിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഇവിടെ 3 വയസ്സ് ആകുമ്പോഴത്തേക്കിന് നമുക്ക് ഇവിടെ പ്ലേ സ്കൂളിൽ നമുക്ക് ചേർക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയുള്ള LKG UKG എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. അത് മാറിയിട്ട് പ്ലേ സ്കൂളിൽ നിന്ന് ഡയറക്റ്റ് അവർ P1-ലേക്ക് കുട്ടികളെ എടുക്കുകയാണ് ചെയ്യുന്നത്. UK-ൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ എല്ലാം ഓൺലൈനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ നമുക്ക് സ്കൂളിങ്സിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള സമയമാണ്. പക്ഷേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ്. നമ്മുടെ നാട്ടിലെ അലോട്ട്മെൻറ്റ് രീതിയിലാണ് ഇവിടെ സ്കൂളിങ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് നമുക്ക് സ്കൂളിൻ്റെ പേരുകൾ വെക്കാവുന്നതാണ്. എന്നിട്ട് ഗവൺമെൻറ്റാണ് നമ്മുടെ കുട്ടിക്ക് ഏത് സ്കൂൾ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അനിക ഇവിടെ വന്നപ്പോൾ സെപ്റ്റംബർ ആയപ്പോൾ 4 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ പ്രീ സ്കൂളിൽ പോവാതെ ഡയറക്റ്റ് P1-ലോട്ടാണ് പോയത്. P1 എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ്. അതുകൊണ്ട് അനിക LKGയും UKGയും കവർ ചെയ്തിട്ടില്ല നാട്ടിൽ. ഡയറക്റ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടാണ് പോയത്. ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടുള്ളത്. ബാക്കി അക്കാഡമിക് ബേസിൽ ഇവരെല്ലാം ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മളിവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വരുമ്പോൾ ഇവിടുത്തെ ഡ്യൂട്ടി അവേഴ്സിനെ പറ്റി. ഒരു നഴ്സിന് നമുക്ക് 37.5 hours പെർ വീക്ക് വർക്ക് ചെയ്താൽ മതി. എല്ലാവരും വിചാരിച്ചേക്കുന്ന നാട്ടിലത്തെ പോലെ 5 ദിവസം അല്ലെങ്കിൽ 4 ദിവസം അടുപ്പിച്ച് ഡ്യൂട്ടി ഇട്ട് ഒരു ഓഫ്, അങ്ങനെയല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെ കെയർ ചെയ്യാൻ കുറച്ചും കൂടെ സമയം ഉണ്ട്. പക്ഷേ ഹസ്ബൻഡും വൈഫും നമുക്ക് ഒരുമിച്ച് ഡ്യൂട്ടി എടുക്കുന്ന കാര്യം കുറച്ച് പാടായിരിക്കും. കാരണം സ്കൂളിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ 2 പേർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ മാറി മാറി തന്നെ എടുക്കണം. അല്ലെങ്കിൽ കുട്ടികളെ നോക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം വീട്ടിൽ. പിന്നെ അച്ഛനെയും അമ്മയും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് എപ്പോഴും പ്രാക്ടിക്കലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ അച്ഛനെയും അമ്മയും ഒരാളെ നമുക്കൊരു വർഷത്തിൽ 6 മാസം ഇവിടെ നിർത്താൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ശരിക്കും വറീഡായിരുന്നു അനികയുടെ ലാംഗ്വേജിൻ്റെ കാര്യത്തിലായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്ന അവൾ ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അവളിപ്പോൾ 5 month കംപ്ലീറ്റ് ആയി P1 സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞങ്ങളുടെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, ഒരിക്കലും നമ്മൾ പിള്ളേർക്ക് ഓൾറെഡി ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യിക്കാതിരിക്കാൻ നോക്കുക. ഞങ്ങൾ ഇതുവരെ അവളെ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. ആൽഫബറ്റ്സ് പഠിപ്പിക്കാനാണെങ്കിലും ലാംഗ്വേജ് വേർഡ്സ് പഠിപ്പിക്കാനാണെങ്കിലും ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ സെൻറ്റൻസ് ഒക്കെ പറയുന്നുണ്ട്. കളിക്കുന്നതാണെങ്കിലും എല്ലാം ഇംഗ്ലീഷിലാണ്. ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അനിക. Are you enjoying your P1? Yeah. Sure? Yeah. നാട്ടിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ അങ്ങനെ ഇവിടെ വന്നു കഴിയുമ്പോൾ അവരുടെ ഏജ് ബേസിലായിരിക്കും നമുക്കിവിടെ അഡ്മിഷൻ കിട്ടുന്നത്. നമ്മൾ നാട്ടിൽ 4th സ്റ്റാൻഡേർഡിലാണെന്ന് വെച്ചിട്ട് ഇവിടെ വന്നിട്ടും ഡയറക്റ്റ് 5th-ലോട്ടോ 4th-ൽ തന്നെ ഇരിക്കാനോ പറ്റത്തില്ല.
അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവരുടെ ഏജ് ഏത് ഗ്രൂപ്പാണോ അതിനനുസരിച്ച് നമുക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. പബ്ലിക് ഫണ്ടിങ് ഉള്ള സ്കൂളിലാണ് നമ്മൾ കുട്ടികളെ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആയിരിക്കും. അന്നേരം നിങ്ങൾക്കാണെങ്കിൽ ആകപ്പാടെ ചിലവ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികൾക്കുള്ള യൂണിഫോമിൻ്റെ ക്യാഷ്, അതേപോലെ തന്നെ നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും കുട്ടികൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിൽ ഒരു നിശ്ചിത എമൗണ്ട്, അവർ പറയുന്ന ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. കുട്ടികൾക്ക് ലഞ്ചൊക്കെ ആണെങ്കിൽ സ്കൂളിൽ നിന്നും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എല്ലാ പാരൻസും വറി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ലഞ്ച്. നമ്മുടെ കറികളിലെ സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഇവിടെ ഉള്ള ആൾക്കാർക്ക് തീരെ ഇഷ്ടമല്ല. നമ്മൾ എത്രയൊക്കെ കൈ കഴുകിയോ ആ കഴുകിയൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ അവർ ഗാർലിക്കിൻ്റെ സ്മെല്ല് പെട്ടെന്ന് ഇവരുടെ തിരിച്ചറിയാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ഡ്രസ്സിൽ കാണും, അല്ലെങ്കിൽ നമ്മൾ വേർത്ത് കഴിയുമ്പോൾ അവർക്കത് ഫീൽ ചെയ്യും ഗാർലിക്കിൻ്റെ സ്മെല്ല്. നമ്മുടെ ഡയറക്റ്റ് ഇങ്ങോട്ട് ചോദിക്കും നമ്മൾ ഗാർലിക്ക് കഴിച്ചിട്ടാണോ വന്നതെന്ന്. നമ്മുടെ ചോറും അല്ലെങ്കിൽ മുട്ട പൊരിച്ചതും ചമ്മന്തിയും ഇതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. അതേപോലെ ഇവിടുത്തെ കുട്ടികൾക്ക് നമ്മൾ അത് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ചോറ് കൊടുത്ത് വിടാന്നുള്ള പ്രതീക്ഷയിൽ ആരും ഇങ്ങോട്ട് വരണ്ട. ചോറ് കഴിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഫസ്റ്റ് തന്നെ നമ്മൾ അഡ്മിഷന് ചെല്ലുമ്പോൾ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് പോലെ കാണും പാരൻസിനെ കുട്ടികളുമായിട്ട് ചെല്ലണ്ടേ. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഒത്തിരി ചേഞ്ചസ് ഇവിടെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അവർ അപ്പോയിൻമെൻ്റ് ഒക്കെ തന്നിട്ട് ഞങ്ങൾക്കൊരിതുണ്ടായിരുന്നു. അവർ ഫസ്റ്റ് നമ്മളത് ചോദിച്ച് കുട്ടിക്ക് സ്പൂണും ഫോർക്കും നൈഫും വെച്ചിട്ട് അവർക്ക് കഴിക്കാൻ അറിയാവോ എന്നാണ് ചോദിച്ചിരുന്നത്. ഞങ്ങളാകെ എന്താ പറയേണ്ടത്, എന്തായാലും നമുക്ക് യൂസ് ടു അല്ല ഫോർക്കും നൈഫും കൊണ്ട് കഴിക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട്. അനികയാണെങ്കിൽ 4 വയസ്സ് കംപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവൾക്ക് അത്രേ അറിയത്തില്ല, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ട്രെയിൻ ചെയ്യിച്ചോളാം എന്നാണ് പറഞ്ഞത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ കുട്ടികളെ വളർത്തുന്ന രീതിയെ ആയിരിക്കത്തില്ല. എല്ലാ കുട്ടികളെയും അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആക്കാനുള്ള ട്രെയിനിങ് ആയിരിക്കും സ്കൂളിൽ കൊടുക്കുന്നത്. നമ്മൾ പേടിക്കുന്ന വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ നമ്മളങ്ങോട്ട് കഴിഞ്ഞ് വരുന്നൊരു പ്രായമായിരിക്കും. അന്നേരം കുട്ടികൾക്ക് പ്രത്യേകിച്ചും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ കെയർ ചെയ്യാനായിട്ട് വേറെ ആരും കാണില്ല. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം സ്കൂളിൽ കാണും. ടോയ്ലറ്റിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലായിരിക്കും അതിലെ എല്ലാ അറേഞ്ച്മെന്റ്സും. അത് കുറിച്ച് വറി ചെയ്യേണ്ട. പക്ഷേ അവർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യുന്നത്, ഇതെല്ലാം അവരെ നമ്മൾ ട്രെയിൻ ചെയ്യിച്ചിട്ടേ സ്കൂളിൽ വിടാവുള്ളൂ. കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വരെയും ഷീൽഡ് ഇട്ടുകൊണ്ടാണ് അവരെ പഠിപ്പിക്കുന്നത്. അന്നേരം നിങ്ങൾക്ക് ആലോചിച്ച് കൊള്ളാം എത്രത്തോളം അവർ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുന്നുണ്ടെന്നുള്ളത്. UK വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളെ ഡിഫറെൻ്റ് ആയിരിക്കും നമ്മുടെ പാരന്റിങ് സ്കിൽസ് പോകുന്നത്. നാട്ടിൽ നിന്ന് യൂസ് ടു ആയിട്ടുള്ള രീതി ആയിരിക്കത്തില്ല ഇവിടെ വന്നിട്ട്. നമുക്ക് തന്നെയാണ് അതിന് പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തായാലും പിള്ളേർ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ അവരെ പണിഷ് ചെയ്യും. മിക്കവാറും അടിക്കുകയോ വിച്ചുകയോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇവിടെ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇൻ കേസ് കുട്ടികൾ അത് കംപ്ലൈൻറ്റ് കുറച്ച് വലുതായി കഴിഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് നോട്ടീസ് ചെയ്യുമോ, അവരുടെ ദേഹത്ത് എന്തെങ്കിലും പാടുകളോ അങ്ങനെ എന്തെങ്കിലും നോട്ടീസ് ചെയ്താൽ അവർക്ക് കംപ്ലൈൻറ്റ് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ അപ്പനാണേലും അമ്മയാണേലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരാണോ അവരെ പോലീസ് കൊണ്ടുപോകും. അതുകൂടാതെ കുട്ടികളെ പിന്നെ നമ്മുടെ കയ്യിലോട്ട് അവർ തരുകയില്ല. നമ്മൾ അവരെ ഉപദ്രവിക്കുന്നെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് കുട്ടികളെ ഏറ്റെടുത്ത് അവരെ 18 വയസ്സ് വരെ ഗവൺമെൻറ് ആയിരിക്കും നോക്കുന്നത്. സോ നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങളുടെ കുട്ടി പ്രൈമറി സ്കൂളിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് കുട്ടികളെ കൊണ്ടുവിടേണ്ടതും അതേപോലെ തന്നെ വിളിച്ചുകൊണ്ട് വരേണ്ടതും. ഇൻ കേസ് നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, നിങ്ങളുടെ വൈഫിനോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ പോയി കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റിയില്ല, അന്നേരത്തേക്കിന് എന്ത് ചെയ്യും? കാരണം അവർ വേറൊരു സ്ട്രെയിഞ്ചറിൻ്റെ കൂട്ടത്തിൽ, സ്ട്രെയിഞ്ചർ എന്ന് പറയുമ്പം ഈവൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിട്ട് നിങ്ങളെ കുട്ടികളെ വിളിക്കാനായിട്ട് ശ്രമിച്ചാൽ പോലും അവർ അതിന് അനുവദിക്കത്തില്ല. കാരണം സ്കൂളിൽ അഡ്മിഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ആരെയാണോ നിങ്ങളുടെ ടെമ്പററി ഗാർഡിയനായിട്ട്, കുട്ടിയുടെ ടെമ്പററി ഗാർഡിയനായിട്ട് ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അയാളെ മാത്രമേ കോണ്ടാക്ട് ചെയ്യുകയുള്ളൂ. അങ്ങനെയുള്ള ഒരാളുടെ കൂട്ടത്തിൽ മാത്രമേ അവർ കുട്ടിയെ വിടുകയുള്ളൂ. പക്ഷേ അങ്ങനെ വിടണമെന്നുണ്ടെങ്കിൽ പ്രയറായിട്ട് അവർ നമ്മളെ ഒന്നുകിൽ കോണ്ടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അവരെ, അതായത് നമ്മുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സിനെ വല്ല കോണ്ടാക്ട് ചെയ്തെങ്കിൽ മാത്രമേ കുട്ടിയെ അവരുടെ കൂടെ അവർ വിടുകയുള്ളൂ. അല്ലാത്ത പക്ഷം കുട്ടിയെ സ്കൂളിൽ തന്നെ നിർത്താനാണ് സാധ്യത. നമ്മൾക്ക് ഇടയിലൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഹാൻഡിക്യാപ്ഡ് കുട്ടികൾ കാണും, അതേപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ കാണും. അന്നേരം അങ്ങനെയുള്ള പേരൻസ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അതിനൊക്കെ പരിപൂർണമായിട്ടുള്ള സപ്പോർട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് തരുന്നത്. അതേപോലെയുള്ള സ്കൂളുകളൊക്കെ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് നിങ്ങളാരും ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഒത്തിരി ആൾക്കാർ എൻ്റെ അടുക്കൽ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാരണം
നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പ്രത്യേകം ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും UK നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം അതും പേടിച്ചുകൊണ്ട് കുറേ ആൾക്കാർ UK വേണ്ട, അല്ലെങ്കിൽ അവരെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്, അവരുടെ ലാംഗ്വേജിനുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒത്തിരി വേവലാതിപ്പെട്ടുകൊണ്ടുള്ള പേരൻസിനെ എനിക്കറിയാം. അന്നേരം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ ഇവിടുത്തെ ടീച്ചേഴ്സും അല്ലെങ്കിൽ സ്കൂൾ അധികൃതരും നിങ്ങൾക്ക് വേണ്ടി നല്ല സപ്പോർട്ട് തരുന്നതായിരിക്കും. അന്നേരം വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. അതേപോലെ ഇനിയും ഈ ചാനൽ ഇതേവരെ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കഴിവതും ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. അന്നേരം മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നതുവരെ ബൈ.